ആനവണ്ടിയിലെ ആനന്ദയാത്രയുടെ അവസാന ഘട്ടമായ വയനാട് യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമായി നാം ഇപ്പോൾ ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ പ്രധാന കവാടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗോത്ര പൈതൃക ഗ്രാമത്തിലേക്ക് ബസ് അനുവദനീയമല്ലാത്തതുകൊണ്ടും ബസ് വരാനുള്ള റോഡ് സൗകര്യം ഇല്ലാത്തതുകൊണ്ടും ഏതാണ്ട് 1 കിലോമീറ്റർ താഴെയായി ബസ് പാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് സർവീസ് നടത്തുന്ന ജീപ്പുകളിലാണ് യാത്രികരെ എത്തിക്കുക. ഒരു ജീപ്പിൽ 8 പേർ എന്ന കണക്കിൽ 6 ജീപ്പുകളിലായിട്ടാണ് നാം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാന കവാടത്തിൽ നിന്നും ടിക്കറ്റ് എടുത്തതിന് ശേഷം നാം പ്രധാന കവാടം കടന്ന് ഗോത്ര ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന കുട്ടികൾക്കും ഇവിടെ 50% കിഴിവുണ്ട് എൻട്രി ടിക്കറ്റ് നിരക്കിൽ. അങ്ങനെ എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് സഹയാത്രികർ എല്ലാവരും വളരെയേറെ ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടി പടവുകൾ കയറി ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മലമുകളിൽ ഏതാണ്ട് 25 ഏക്കറിൽ പടർന്ന് കിടക്കുന്ന ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇവിടെ സങ്കല്പിച്ചിട്ടുള്ളതും ഡിസൈൻ ചെയ്തിട്ടുള്ളതും നിർമ്മിച്ചിട്ടുള്ളതും. ഒരു ഗോത്ര പൈതൃക ഗ്രാമം എങ്ങനെയായിരുന്നുവോ അതിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ് ഈ മലമുകളിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ യാത്രികരെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ സൗകര്യാർത്ഥം ചെങ്കല്ലിൽ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന നടപ്പാതകളാണ് ഇവിടെ എത്തുന്ന ഓരോ യാത്രികൻ്റെയും സൗകര്യാർത്ഥം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ളതും വളരെ ഫ്രണ്ട്ലിയായി നിർമ്മിച്ചിരിക്കുന്നതുമായ പടവുകൾ കയറി മനോഹരമായ കാഴ്ചകളും കണ്ട് ഒപ്പമുണ്ടായിരുന്ന സഹയാത്രികരെല്ലാം ഈ എന്നൂർ പൈതൃക ഗ്രാമത്തിൻ്റെ വശ്യമായ സൗന്ദര്യത്തിൽ മുഴുകി അങ്ങനെ ഗ്രാമക്കാഴ്ചകളിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ എന്നൂർ എന്ന ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയും അതിനുണ്ടായ പ്രേരണയെപ്പറ്റിയും ഒക്കെയാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിലെ പൂക്കോട് എന്ന സ്ഥലത്തുള്ള ഒരു ആദിവാസി പൈതൃക ഗ്രാമവുമാണ് എന്നൂർ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ ഗോത്ര പൈതൃക ഗ്രാമം. ഇത് സംസ്ഥാനത്തെ ആദിവാസി സമൂഹങ്ങളുടെ ഊർജ്ജസ്വലമായ സംസ്കാരവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ഉയർന്ന കുന്നുകളുടെ പശ്ചാത്തലത്തിൽ വൈക്കോൽ കൊണ്ട് മേൽക്കൂരയുള്ള പരമ്പരാഗത ആദിവാസി കുടിലുകളുടെ ഒരു കൂട്ടം ഈ മേഖലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഒരു കുന്നിന് മുകളിൽ 25 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കേന്ദ്രം ഗോത്രവർഗക്കാരുടെ പൈതൃകത്തെയും ജീവിതശൈലിയെയും കുറിച്ച് പഠിക്കാനുള്ള ഒരു സുവർണ അവസരവും ഇവിടെ സന്ദർശിക്കുന്ന ഓരോ സഞ്ചാരിക്കും നൽകുന്നതാണ്. ഗോത്രവർഗ സമൂഹങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അവരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടും ഈ ഗ്രാമത്തിൽ വംശീയ വിഭവങ്ങളും ഗോത്ര വിപണിയും വിളമ്പുന്ന കഫറ്റീരിയകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പടവുകൾ കയറി നാം മുകളിലേക്ക് എത്തുമ്പോൾ ഗോത്രവർഗക്കാരുടെ തനതായ ഒരു സംഗീത പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഗോത്രവർഗക്കാരുടെ തനതായ സംഗീതവും ശ്രവിച്ചതിന് ശേഷം എന്നൂരിലെ വിവിധങ്ങളായ കാഴ്ചകളും കുടിലുകളും മറ്റും കണ്ട് നാം മുന്നോട്ട് നടക്കുമ്പോൾ എന്നൂരിനെ പറ്റിയാണ് ഞാൻ കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആദിവാസി കരകൗശല തൊഴിലാളികളുടെ കരകൗശലം വിളിച്ചോതുന്ന സുവനീറുകൾ, സുഗന്ധദ്രവ്യങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവ വിൽക്കുന്ന സ്റ്റാളുകളും കരകൗശല വസ്തുക്കൾ ശേഖരിക്കുന്നതിനുള്ള സംഭരണശാല, ഫെലിസിറ്റേഷൻ സെൻറ്റർ, 300 പേർക്ക് ഇരുന്ന് കാണാവുന്ന ഓപ്പൺ എയർ തിയേറ്റർ എന്നിവ ഈ മനോഹരമായ ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട്. ഗോത്രവർഗക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഇപ്പോൾ സ്ഥിരമായ ഒരു വിപണിയുണ്ട്. കൂടാതെ ആദിവാസി കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഉപജീവനമാർഗം കണ്ടെത്താനും ഒരു വേദിയുണ്ട്. അങ്ങനെ ഒരു വേദിക്കാണ് നാം അല്പം മുമ്പ് സാക്ഷികളായത്. ടൂറിസം പട്ടികവർഗ വികസന വകുപ്പുകളുടെ സംയുക്ത സംരംഭമായ ഈ ഗ്രാമം ഭക്ഷ്യ സംരക്ഷണത്തിലും മറ്റ് അനുബന്ധ മേഖലകളിലും പരമ്പരാഗത അറിവുകൾ സംരക്ഷിക്കുന്നതിനും ജൈവകൃഷിയിൽ പരിശീലനം നേടുന്നതിനും നേതൃത്വം നൽകുന്നു. നിരവധി പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഇതുവഴി നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിരിക്കുന്നത്. ഇങ്ങനെ ആനവണ്ടിയിലെ സന്തോഷത്തിനൊപ്പം എന്നൂർ എന്ന ഈ ഗോത്രവർഗ ഗ്രാമത്തിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് നാം മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ നമ്മുടെ ദൃഷ്ടിയിലേക്ക് എത്തുക ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ താമസിച്ചിരുന്ന മനോഹരങ്ങളായ ചെറു വീടുകളാണ്. പുല്ലുകൊണ്ട് ഇല്ലെങ്കിൽ മുളി കൊണ്ട് മേൽക്കൂര നിർമ്മിച്ചതും ഒപ്പം മണ്ണുകൊണ്ട് ഭിത്തിയും ഇരിപ്പിടങ്ങളും ഒക്കെ വിഭാവനം ചെയ്തതുമായ മനോഹരമായ ചെറു കുടിലുകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക. അല്പം കൗതുകത്തോടെയും അല്പം സങ്കോചത്തോടെയുമാണ് നാം ഓരോ ഭവനങ്ങളെയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുക. ഇന്നത്തെ സാഹചര്യത്തിൽ പട്ടണങ്ങളിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ ഇങ്ങനെയുള്ള ചെറു കുടിലുകളിൽ താമസിച്ചിരുന്നു ഇല്ലെങ്കിൽ താമസിക്കുന്നു എന്നുള്ള ഒരു അറിവ് നമ്മെ തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്നതാണ്. ആധുനിക സമൂഹങ്ങൾ ഉപയോഗിക്കുന്ന യാതൊരുവിധ ആഡംബര വസ്തുക്കളും ഇല്ലാത്ത മനോഹരങ്ങളായ കൊച്ചു കുടിലുകളാണ് ഈ ഗോത്രവർഗക്കാരുടെ സ്വർഗം. ഇവിടെ എല്ലാം മണ്ണുകൊണ്ട് നിർമ്മിച്ചവ. അവർ ഉപയോഗിക്കുന്ന പാത്രങ്ങളായാലും അവരുടെ ഉപകരണങ്ങളായാലും അവരുടെ മറ്റ് ജീവിത സാഹചര്യങ്ങളായാലും എല്ലാം വളരെ മനോഹരമായി പ്രകൃതിയോട് മാത്രം ഇണങ്ങി നിർമ്മിച്ചിട്ടുള്ളവ മാത്രമാണ്. പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതിയോടൊപ്പം തങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പൊക്കുകയും പടുത്തുയർത്തുകയും ചെയ്ത ഒരു വർഗമാണ് ഈ ഗോത്ര പൈതൃക ഗ്രാമത്തിലെ മനുഷ്യർ. ലക്കിടി കുന്നിന് മുകളിൽ കോടമഞ്ഞ് പുതച്ച ഒരു മഴക്കാലം ചുറ്റിക്കളിക്കുന്നു. തണുത്ത കാറ്റിൻ്റെ താളത്തിൽ താഴ്വരയിലേക്ക് മുത്തമിട്ടിറങ്ങുന്ന വെളുത്ത കോടകൾക്കിടയിലൂടെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾക്ക് അരികിലേക്ക് തെളിഞ്ഞു വരുന്നു. തനത് വയനാടിൻ്റെ പുല്ലുമേഞ്ഞ കുടിലുകൾ കൂണുപോലെ മുളച്ചു പൊന്തി വരിയായി നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ചെളി, മണ്ണ് മെഴുകിയ തിണ്ടുകൾ അതിരിടുന്ന വളഞ്ഞു പുളഞ്ഞ വഴികൾ കയറിയാൽ കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമം എന്നൂരിൽ നമുക്ക് എത്താവുന്നതാണ്. ഗോത്ര പാരമ്പര്യത്തിൻ്റെ ഉള്ളറകളിലേക്കാണ് കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. വയനാടിൻ്റെ ചുരം കയറി ലക്കിടിയിൽ നിന്നും വെളിപ്പാടകലെയാണ് സുഗന്ധഗിരിക്കുന്നിൽ സഞ്ചാരികൾക്കായി ഒരു പൈതൃക ഗോത്രഗ്രാമം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ അധിവസിക്കുന്ന ഗോത്ര ജനതയുടെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കുകയും
പാരമ്പര്യ വിജ്ഞാനീയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാരാണ് എന്നൂര് വിഭാവനം ചെയ്തിട്ടുള്ളത്. വേറിട്ടതും സ്ഥിരതയുള്ളതും വരുമാനദായകവുമായ സംരംഭമാണ് എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം. ഗോത്രജനതയുടെ വൈവിധ്യങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നതോടെ പുതിയ തലമുറകൾക്കും ഈ നാടിൻ്റെ വൈവിധ്യങ്ങളെ ഇവിടെ തൊട്ടറിയാൻ സാധിക്കുന്നതാണ്. ഗോത്രജനതയുടെ സമഗ്രമായ ജീവിത പുരോഗതി ലക്ഷ്യമിടുന്ന വിധത്തിൽ മാതൃകാപരമായി കേരളത്തിലെ ഗോത്ര പാരമ്പര്യ വൈവിധ്യങ്ങളെ എന്നൂർ പൈതൃക ഗ്രാമം ഓർത്തെടുക്കുന്നതാണ്. ഇങ്ങനെ ഈ ഗോത്ര പൈതൃക ഗ്രാമത്തിലെ വിവിധങ്ങളായ കാഴ്ചകൾ കണ്ടും ഈ നാടിൻ്റെ അത്ഭുതമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചും കോടമഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന കുന്നിൻ മുകളിൻ്റെ സൗന്ദര്യം മതിവരുവോളം ആസ്വദിച്ചും നാം ഗോത്ര പൈതൃക ഗ്രാമത്തോട് വിട പറയേണ്ട സമയമായിരിക്കുകയാണ്. അങ്ങനെ പ്രധാന കവാടത്തിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്.